ചേച്ചി ഈ ഒരു 2 ലൈഫ് ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് വിഷനുള്ള ലൈഫ് വിഷൻ പോയപ്പോൾ എന്താണ് അതിൽ നിന്ന് ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വിഷൻ പോയ ശേഷമുള്ള ലൈഫ് തന്നെ മീഡിയയില്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇനി ഇതിനും അതേ പ്രോബ്ലം ഉണ്ടാവാമെന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് കരഞ്ഞുപോയി. അപ്പോൾ കിച്ചോട്ടൻ പറഞ്ഞ് ഞാനുള്ളപ്പോൾ പിന്നെ എന്തിനാ വേറെ കണ്ണാടി എന്നൊക്കെ ചോദിച്ച്. പക്ഷെ മോനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടില്ല എന്നും തോന്നുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, തിരുവനന്തപുരത്താണുള്ളത്. നല്ല സദ്യയാണ് കേട്ടോ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ എപ്പോൾ വരണം എന്ന് വിചാരിക്കും. ചേച്ചീനെ കാണാൻ വന്നതാണ്. ചേച്ചീനെ പരിചയപ്പെടുത്തരാം. ആദ്യം ഈ സദ്യ കഴിക്കട്ടെ. ഓക്കെ, കുറച്ച് ലേറ്റായിട്ട് പോയി. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള സദ്യയാണ്. ഓ, കണ്ണിമാങ്ങ, അമ്പഴങ്ങ. ആ ഓ ഓക്കെ. അപ്പോൾ ട്രിവാൻഡ്രം വന്നിട്ട് നല്ല പോളിയും പായസം അവർ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത് ട്രിവാൻഡ്രത്തെ പോളി കഴിക്കണം. അപ്പോൾ ഇതാണ് പോളിയും പായസം. പ്രിയേച്ചി ഉണ്ടാക്കിയാണോ? അല്ല, അവിടുന്ന് വാങ്ങിയതാ. സത്യം മാത്രമേ പറയുള്ളൂ, വീഡിയോക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയില്ല കേട്ടോ. അതാണ് പ്രിയേച്ചി. പ്രിയേച്ചിനെ കാണാനാണ് ഇവിടെ വന്നത് അല്ലേ? എത്ര വർഷമായിട്ടുള്ള പരിചയം? 3 വർഷം അല്ലേ? അതെ, നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അന്നപ്പോൾ തൊട്ട് വരണം എന്ന് വിചാരിക്കും, പക്ഷെ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഇതാണ് പ്രിയേച്ചി. എന്തൊക്കെയാ വിശേഷം? എന്നിട്ട് സുഖം. അതെ, പ്രിയേച്ചിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ പ്രിയേച്ചീൻ്റെ ചാനലും കൂടി കൊളാബ് ചെയ്തിട്ടിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പ്രിയേച്ചിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതാണ് അല്ലേ? അതെ, 10 വർഷമായി. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് റെറ്റിനൈറ്റിസ് പിഗ്മെന്റ് അതാണോ? RP ആണോ? RP ആണെന്ന് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. കണ്ണിൽ ആദ്യം ഒരു പൊടി വീണ പോലത്തെ ഒരു ഫീൽ ഉണ്ടായി. സർജറി ചെയ്തു തുടങ്ങി. 4 സർജറി കഴിഞ്ഞപ്പോൾ കാഴ്ച പോയി ഒരു കണ്ണിലെ. അത് കഴിഞ്ഞ് അടുത്ത കണ്ണിലേക്ക് സ്പ്രെഡായി. ഗ്രാജുവലി പൂർണ്ണമായിട്ടും പോയി. അങ്ങനെയാണ്. എത്ര നിങ്ങൾ പഠിച്ചതൊക്കെ? ഞാൻ MA BEd ആണ്. അതെ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത് കല്യാണ വീഡിയോ ഒന്നും അല്ല കേട്ടോ ചേച്ചി. അല്ല, നമ്മളൊരു ഇന്റർവ്യൂ പോലെ ഇരുന്നിട്ട് എത്ര വരെയാ പഠിച്ചത് ഇതെല്ലാം ചോദിക്കുമ്പോൾ വെറുതെ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ പിന്നെ ക്രിക്കറ്റിലാ? ക്രിക്കറ്റിന് കോച്ചല്ലേ? കോച്ചുമാണ്. അതെ, കോച്ചുമാണ്, പ്ലെയറുമാണ് അല്ലേ? ഓൾറൗണ്ടറാണ്. അതെ, ജേർണലിസ്റ്റും ആണ്. ചേച്ചിക്ക് എത്ര മക്കളായിരുന്നു? ഒരു മോനാണുള്ളത്. അപ്പോൾ നല്ല ഹാപ്പി ഫാമിലിയാണ്. നമ്മളായിട്ട് ഒരു 3 വർഷം പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് മിന്നുവിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ വിളിച്ചിട്ടാണ്. അന്ന് ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു വിളിച്ചത് അല്ലേ? അങ്ങനെ ഫ്രണ്ട്ലി ആയി. അതിനുശേഷം ഞാൻ ചേച്ചി പറഞ്ഞിട്ടൊരു ഈറോഡ് ഒരു വീഡിയോ എടുക്കാനൊക്കെ പോയിരുന്നു. ഒരു ദിനേശ് എന്ന് പറഞ്ഞ ഒരു ബ്രോൻ്റെ. പക്ഷേ മീറ്റ് ചെയ്യാൻ ഇതുവരെ അങ്ങനെ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ജസ്റ്റ് വന്നതാട്ടോ. അപ്പോൾ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് ഈ ബട്ടൺ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇരുന്നെടുക്കുന്നത് കേട്ടോ വീഡിയോ. ഓവറായിപ്പോയി ഫുഡ് കഴിച്ചത്. അപ്പോൾ ചേച്ചീൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേരെന്തായിരുന്നു? പ്രിയ കോവിലകം. കോവിലകത്തെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗമ ഇരിക്കട്ടെ എന്നിട്ട് കോവിലകം എന്നൊക്കെ ഇട്ടതാ. അപ്പോൾ വേറെന്താ? ഇതിന്റെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹംസ പറഞ്ഞു തുടങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും എനിക്ക് ഓർമ്മ വന്നു. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താ പഠിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ആരും തെറ്റിദ്ധരിക്കരുത്, തുടക്കത്തിലേ അതങ്ങ് പറഞ്ഞേക്കണം. തീർച്ചയായും. അതൊന്നും ഇല്ല. അത് നമ്മൾ പിന്നെ ഇതിന്റെ മുമ്പ് ഈ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഭിന്നശേഷി കപ്പിൾസിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. കാരണം ഇവർ വിവാഹം ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, കാഴ്ച പരിമിതിയുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ. ആ ഒരു തിങ്കിങ് മാറ്റാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കപ്പിൾസിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ലൈഫ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക ചെയ്തത്. അതിനുശേഷമാണല്ലോ നമ്മൾ ഡിഫറെൻ്റ് വേറെ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ
അപ്പോൾ കുറേ ആയി പിന്നെ കപ്പിൾസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ചേട്ടനെ എന്നെ കുറേ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ലേറ്റ് ആയപ്പോൾ ചേട്ടൻ ജസ്റ്റ് അങ്ങ് പോയതാ ഇല്ലേ രണ്ടാളെ ഇരുത്തിയ ഒരു വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അല്ലേ ഇതിപ്പോ ഇവിടെ എല്ലാവരും ഉണ്ട്. അതെ ഇവിടത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിശയിച്ചു എങ്ങനെ ചെയ്യണേ, എങ്ങനെ നടക്കുന്നേ, എങ്ങനെ കുക്ക് ചെയ്യുന്നേ, വളരെ ഈസി ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് സാധനം കാണാണ്ട് പോയാലും ഇതൊരു ജോയിന്റ് ഫാമിലിയാണ്. ഈ വീട്ടിൽ ആര് ശ്രമിച്ചാലും കിട്ടാത്തതെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കാറ്. അതെ അത് ഇപ്പൊ മിന്നുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് അവള് വെച്ച സാധനം ഞാൻ നോക്കിയാൽ കാണുകയില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും കാണാണ്ടായി പോയാലും ഞാൻ കാണുന്നില്ല, നീ എടുത്ത് തന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് എടുത്തു തരാം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് തിരക്ക് പിടിച്ച് കാണുന്ന ആൾക്കാർ തിരക്ക് പിടിച്ച് നോക്കിയോ, പക്ഷെ നിങ്ങൾ മൈന്യൂട്ടായിട്ട് അത് ശ്രദ്ധിച്ചെടുക്കും അല്ലേ. ഗേറ്റിൽ ഒരാൾ വന്നാല് ആൾ ഇവിടെ വന്ന ശേഷം ഇവിടെ ഉള്ളവർ അറിയുള്ളൂ. അതെ, പക്ഷെ എനിക്ക് ആ ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പറയും വന്നിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ അടിച്ചു വാരുമ്പോൾ ആയാൽ പോലും നമ്മൾ ജസ്റ്റ് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു റൗണ്ട്, പക്ഷേ മിന്നു ആയാലും ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരേ സ്ഥലം ഇങ്ങനെ ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും അവിടെ ഉള്ളത് ക്ലീൻ ആവും. അതെ, ആ ഒരു രീതിയിലാണ്. കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ഒന്നിനും സാധിക്കൂല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ പല വീഡിയോസ് ഇടുമ്പോൾ ചിലതിലൊക്കെ കമൻറ്റ് കാണാം, കല്യാണ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അതായതാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആർക്ക് വേണോ തുടങ്ങാം, ഇപ്പൊ എല്ലാവരും തുടങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പോലെ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ഐഡിയയോട് കൂടി ഒരു സംഭവം ചെയ്തതിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടില്ലേ. ഒരുപാട് കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി. പിന്നെ ഈ ചാനൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പുറത്തേക്ക് വരാൻ തുടങ്ങി തോന്നുന്നു അല്ലേ. അല്ലെങ്കിൽ ഒന്ന് വീട്ടിനകത്ത് പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് പബ്ലിക്കായിട്ട് വന്ന് അവർക്ക് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിലെന്ന് പറഞ്ഞാൽ പലരും കല്യാണമൊന്നും കഴിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചില പിന്നെ പേരൻസ് മരണപ്പെട്ടവരും അല്ലെങ്കിൽ അങ്ങനെ ചില പേരൻസ് തന്നെ പേടി കൊണ്ട് കഴിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് വെച്ചവരുണ്ടാവും. അവരും നിർബന്ധിതരാവുകയാണ് വീഡിയോ എടുക്കാൻ. കാരണം എൻ്റെ വീഡിയോ കാണുന്ന മറ്റുള്ള അവരുടെ കുടുംബക്കാരും അല്ലെങ്കിൽ റിലേറ്റീവ്സ് നെയ്ബേഴ്സൊക്കെ പറയും എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ വെച്ചേ, ഇപ്പോൾ ഇവനെ ഒന്ന് വിളിച്ച് വീഡിയോ ചെയ്താൽ കല്യാണം നടക്കൂലേ. അപ്പോൾ അവരിപ്പോൾ ഇപ്പം എന്താ ചെയ്യുക, ഇവർ പറയുകയും ചെയ്യുന്ന വിളിക്കാണ്ട് നിവർത്തിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ കല്യാണം നടന്നവരൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇത് ഒരു ഭയങ്കര അതാലോചിക്കുമ്പോൾ എനിക്ക് ഇത് തുടങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഫുള്ള് നെഗറ്റീവും, നമുക്ക് ഇവൻ മുതലെടുപ്പാണ്, ഭിന്നശേഷി ആൾക്കാരെ കാണിച്ച് ഇവൻ അങ്ങനെയാണ്, ഞാൻ കല്യാണം കഴിച്ചതുപോലെ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണെന്ന് വരെ ആളുകൾ പറഞ്ഞു. പിന്നെ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്യിച്ചിട്ടില്ലേ, കമ്പൽ ചെയ്തിട്ട് എത്രയോ ഫാമിലിയുടെ ഫോഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. അത് ചില ആളുകൾ ഇപ്പോൾ നമ്മൾ കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചേച്ചി എന്നെ ഇൻ്റർവ്യൂ ചെയ്യും പോലെ ഉണ്ട് കേട്ടോ. അതായത് കല്യാണ വീഡിയോ നമ്മളിപ്പോൾ എടുക്കാൻ പോകുമ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരെ റിലേറ്റീവ്സിന് ചില ആളുകൾക്കത് ഒരു ഇഷ്ടപ്പെടായി വരും, ഞങ്ങളെ സ്റ്റാറ്റസ് ഞങ്ങളെ ഇത്. പക്ഷേ അവരൊന്ന് ചിന്തിച്ചാൽ മതി, അതുപോലെ കല്യാണം നടക്കട്ടെ, എന്താ ഇപ്പോൾ സംഭവിക്കുക സ്റ്റാറ്റസിന്. നമ്മൾ ആരോടും ഒരു പിന്നെ സഹായമൊന്നും അല്ലല്ലോ ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരു പാർട്ണറെ കണ്ടെത്താനല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലരുടെ ഒരു ഈഗോ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ മാസം 31-ാം തീയതി വീൽ ചെയറുള്ളൊരു മോളെ കല്യാണമുണ്ട്. അതൊക്കെ അതുപോലെ കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഇതിൽ പറയാറുമില്ല. ഇപ്പോൾ ഏകദേശം 250 കല്യാണങ്ങൾ, അത് ഡിഫറെൻ്റ്ലി ഭിന്നശേഷിയുള്ളതും നോർമലുള്ളതും ഒക്കെ കൂടിയിട്ടോ. അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതും ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല. അതിന്റെ പേരെന്തോ ചാനൽ? അത് ബ്രോക്കർ ബ്രോ. എല്ലാരും ബ്രോക്കർ എന്ന് വിളിച്ച് എന്നാ പിന്നെ കിടക്കട്ടെ എന്നിട്ട് ബ്രോ ഉണ്ടാക്കി. ഏതായാലും നനഞ്ഞില്ല, ഇനി കുളിക്കുക തന്നെ. അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പോ കാണാൻ പോകാനുണ്ട് അവിടെ ഒരാളെ. അതെ ചേച്ചി, ഈ ഒരു 2 ലൈഫ് ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് വിഷനുള്ള ലൈഫ്, വിഷൻ പോയപ്പോ എന്താണ് അതിൽ നിന്ന് ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വിഷൻ പോയ ശേഷമുള്ള ലൈഫ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടിപൊളിയാണ്. ഇപ്പൊ എന്നുവെച്ചാൽ ഇവരെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫീല് വരുന്നില്ല. പിന്നെ ഈ വിഷൻ പോകുമെന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ റൈറ്റ് ഐയുടെ വിഷൻ പോയി, ലെഫ്റ്റ് ഐ ഓക്കെ ആണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യാണ് ഞങ്ങളുടെ തന്നെ മീഡിയയിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇനി ഇതിനും അതേ പ്രോബ്ലം ഉണ്ടാവാമെന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് കരഞ്ഞുപോയി. അപ്പോൾ കിച്ചോട്ടൻ പറഞ്ഞ് ഞാനുള്ളപ്പോൾ പിന്നെ എന്തിനാ വേറെ കണ്ണാടി എന്നൊക്കെ ചോദിച്ച്
അപ്പോൾ ആ ഒരു കേസ് അങ്ങ് വിട്ടു. പക്ഷെ വിഷൻ പോവുകയാണെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഡെയിലി നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നു, വിഷൻ പോയി. പക്ഷെ അതുമായിട്ട് എനിക്ക് അയ്യോ ഇങ്ങനെ പെട്ടെന്ന് പോയി എന്ത് ചെയ്യും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ടെക്സ്റ്റൊക്കെ അറിയാണ്ട് കയ്യിൽ എടുക്കുമ്പോൾ വായിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ വന്ന് കണ്ണുവേദന തലവേദനയൊക്കെ വരാറുണ്ട്. ടീച്ചർ ആയിരുന്നു അല്ലേ? ആ, അപ്പൊ പിന്നെ അതും മാറി. പിന്നെ മോൻ വന്നപ്പോൾ അവൻ്റെ പിറകെയുള്ള ഓട്ടം. പക്ഷെ മോനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടില്ല എന്നും തോന്നുന്നില്ല, എനിക്ക് അവനെ കറക്റ്റായിട്ട് അറിയാം. പിന്നെ ഇടുന്ന ഡ്രസ്സാണെങ്കിലും എനിക്ക് നല്ല ക്ലിയർ ആണ്, കാണുന്നില്ല എന്നങ്ങനെ പൊതുവേ തോന്നാറില്ല. പിന്നെ ചേട്ടനൊക്കെ പറയും ഗ്യാസിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എനിക്ക് അതും തോന്നുന്നില്ല. എനിക്ക് നോർമലി ഉള്ള പോലെയാണ്, പുറത്തിറങ്ങുമ്പോൾ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. ഈ ചേച്ചി പറഞ്ഞതൊക്കെ ഒരു 2-3 വേർഡ്സിലങ്ങ് പറഞ്ഞെങ്കിലും ഒരുപാട് ലൈഫിൻ്റെ ആ ഒരു അതൊക്കെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് കാഴ്ച പെട്ടെന്ന് പോയ ഒരുപാട് ആളുകളുണ്ട്, ജീവിതത്തിൽ സ്റ്റക്കായി പോയ. നിങ്ങൾക്ക് എടുക്കാം. അതെ, അതായത് പിന്നെ ഡെസ്പായി ഒന്നും ചെയ്യാൻ പറ്റാതെ ഡിപ്രഷനിലോട്ട് പോയ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവാധീനം വേറെ ഒന്നും അങ്ങനെ തോന്നിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉള്ള ആരും അനുവദിച്ചില്ല, അതാ കാര്യം. എവിടെ പോയാലും കൊണ്ടുപോവേ ഫുൾ സപ്പോർട്ടായിട്ട്. സാധാരണ ഒരു ഹസ്ബൻഡ് കുഞ്ഞ് സപ്പോർട്ടായിട്ട് നിൽക്കും, എല്ലായിടും അങ്ങനെയാണല്ലോ. പക്ഷെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിവിടെ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓരോരുത്തർ എൻ്റെ അടുത്ത് അയ്യോ എങ്ങനെ പോകുന്നത്, എങ്ങനെ മോൻ്റെ കാര്യങ്ങൾ നോക്കണേന്ന് വെച്ചാൽ എനിക്ക് അതിശയം തോന്നും, കാരണം എനിക്ക് നോർമലാണ്. അതാണ് ഈ പബ്ലിക്കിന് അങ്ങനെ ഒരു ചിന്തയാണ്. ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുകയും നമ്മൾ വീഡിയോ ഇവർക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും, ഇവരെങ്ങനെ അതൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന മുതൽ എല്ലാ കാര്യങ്ങളും, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഞാൻ കളവ് പറയാമെന്ന് പറയുമല്ലോ പലരും, മിന്നൊരു കാഴ്ചയില്ല എന്ന് വെറുതെ കളവ് പറയാന്നല്ലേ, അവളത് കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത്, അവളെങ്ങനെ കുളിപ്പിക്കുന്നത്, അവളെങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ട്രെയിനിങ്ങിലൂടെ എന്ന് ഇവർക്ക് അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ ഫേക്കാണ്. അതാണ് നമ്മുടെ സൊസൈറ്റി. ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അല്ല, കുറേ വർഷത്തിന് മുമ്പ് എനിക്ക് വിഷന് പ്രോബ്ലം ഇല്ലാത്തപ്പോൾ വഴുതക്കാട് വഴി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു ഫോറിനർ കെയിനൊക്കെ പിടിച്ച് കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയി. ഞാൻ മണിക്കൂറുകളോളം ഞാൻ അവർ നോക്കി നിന്നിട്ടുണ്ട്. അതെങ്ങനെ ഫോറിനിൽ നിന്ന് ഒരാളായിട്ട് നാട്ടിൽ വരുന്നത്, എങ്ങനെ വീട്ടുകാർ വിട്ടു, എങ്ങനെ അവർ ട്രാവൽ ചെയ്യണമെന്ന് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ കെയിൻ കൊണ്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കെയിന് ശരിക്കും ഒരു ഐഡൻറ്റിറ്റി ആണ്, പക്ഷെ അത് യൂസ് ചെയ്ത് തന്നെ ശീലിക്കണം, അതിനൊരു ധൈര്യം വേണം എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. പിന്നെ ഇതിപ്പോ കെയിനായിട്ട് ഈ വീട്ടിലെ ഫുൾ ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും നമ്മള് സേഫ് ആവുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യം. ജീവിതത്തിൽ വേറൊരു ഓപ്ഷനും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പുറത്തിറങ്ങാണ്ട് വഴി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ അത് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അതെ. അപ്പോൾ അങ്ങനെയാണ് ചേച്ചിയുടെ ഒരു സ്റ്റോറി കേട്ടോ. അപ്പോൾ ഇനി മുതലേ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ആശയിച്ചെല്ലാം ചെയ്യും പോലെ കുക്കിംഗ് വീഡിയോസ്, പിന്നെ ഡെയിലി ലൈഫ് എല്ലാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കോൾഗേറ്റിന്റെ പേസ്റ്റ് കൊണ്ടാണ് പല്ല് തേച്ചത്. അതെ, അങ്ങനെയൊക്കെ എവിടെ ഇരിക്കുന്നെന്ന് ആദ്യം കണ്ടുപിടിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഞാൻ പല്ല് ഇടത്തുനിന്ന് വലത്തോട്ടാണ് തേക്കാറ് എന്നൊക്കെ പറഞ്ഞ ഡെയിലി ലൈഫ്. അങ്ങനെ നമ്മൾ ഷോർട്സ് എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ അങ്ങ് പറഞ്ഞാൽ മതി. വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഓരോ ക്ലിപ്പ് ഇങ്ങനെ ഇവരെ കൊണ്ടാരെ എടുപ്പിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഇങ്ങനെ വോയിസ് ഓവർ പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ആ പറ്റുന്നൊക്കെ അങ്ങനെ എടുക്കുക. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് മനസ്സിലാവും. അപ്പം അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായാലും ഹംസയുടെ ചാനലിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. പുതിയ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ അറിയുന്നു. ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മളൊരു ആപ്പും ഉണ്ട് കല്യാണത്തിൻ്റെ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കല്യാണം ശരിയാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരാളെ കണ്ടിഷ്ടപ്പെട്ട് ആളുകൾ വരട്ടെ എന്നുള്ള. ഇപ്പോൾ ഹംസ ചെയ്യുന്നതിൻ്റെ വേറൊരു വെർഷൻ പണ്ട് ഒരു 25 വർഷത്തിന് മുമ്പ് സൂര്യ TV-യിലുണ്ടായിരുന്നു. പണ്ട് കല്യാണ കച്ചേരി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഡിസേബിൾഡ് അല്ല, നോർമൽ കല്യാണങ്ങൾ നടത്തുന്നത്. അത് ഇതുപോലെ വീഡിയോ അല്ല. ഇപ്പോൾ ബ്രൈഡിന്റെ ഫോട്ടോ കാണിക്കുക, ഡീറ്റെയിൽ പറയുക, എന്നിട്ട് അവിടെ സൂര്യ TV-ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെങ്ങനെ വിളിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു അത്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം. അതുവരെ ഫ്ലോപ്പായി പോയി. അപ്പോൾ ഈ ഒരു ചാനൽ ഇത്രയും നല്ല രീതിയിൽ
മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ചേച്ചി. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ പല നെഗറ്റീവ്സും പോസിറ്റീവും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ചില ആളുകളെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയുന്നില്ലല്ലോ. അവിടെ പോയി നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പോസ്റ്റ് ചെയ്താലാണ് മനസ്സിലാവുക. അപ്പോൾ റോങ്ങാന്ന് തോന്നിയാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും. പക്ഷെ ആളുകളുടെ തെറിവിളിയും ഭീഷണിയും ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടില്ല? കല്യാണം കഴിഞ്ഞ് ഞാൻ ആരെയും ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞ് എനിക്ക് അത്രയും അറിയുന്ന പോലെ അല്ലാണ്ട് ഞാൻ കണക്ട് കൊടുക്കാൻ ശ്രമിക്കാറില്ല. നിങ്ങൾ എന്നെ ചെയ്യണം. അതിന് ഉത്തരവാദിത്തം ഇല്ലാന്ന് തന്നെ. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. നമ്മളൊരാളെ പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ ആ റിസ്ക് ഞാൻ എടുക്കലില്ല. പിന്നെ എങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവും. നമുക്ക് ബാധിക്കുമൊന്നും ഇല്ലെങ്കിലും നമ്മൾ വീഡിയോ എടുത്തൊരു കല്യാണം കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ വിഷമം വന്നല്ലോ എന്നുള്ളൊരു വിഷമം വരും. അതും പക്കാ ബിസിനസ് മൈൻഡാണെങ്കിൽ അതും വരില്ല. പക്ഷെ നമ്മളൊരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു സമീപിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാധനം ഉണ്ടാവും. അതെ അതെ അതെ, നമുക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞു നടക്കാം അല്ലേ? അത് പ്രവർത്തിക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത്രയും കാണുന്നവർക്ക് എന്താ ഫോൺ വരെ വീട്ടിൽ പോവാ, 5 മിനിറ്റ് വീഡിയോ എടുക്കുക, നല്ല എന്റർടൈൻമെന്റ് ജോലിയല്ലേ. പക്ഷേ നമുക്ക് കിലോമീറ്ററുകളോളം, ഞാനിപ്പോൾ ഓൾറെഡി 1000 ചില്ലറ കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അതും കാറിങ്ങനെ ഓടിച്ചിട്ട് മടുക്കും. നമ്മൾ എൻജോയ്മെന്റ് ട്രിപ്പ് പോലെയല്ല ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അത് ഒരു ആളെ കാണുന്നതിന് വേണ്ടി കിലോമീറ്ററുകൾ പോവുകയല്ലേ. പിന്നെ അതാ ഇനിയിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുനിന്ന് നേരെ ഇന്ന് രാത്രി കോട്ടയം പോകണം. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഒരു ടൈം, ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ടൈമാണ്. കാലാകാലമൊന്നും ഈ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. ഞാൻ ചെയ്യുന്ന കാലം വരെ അത് നല്ല രീതിയിൽ പോവാം. പിന്നെ അടുത്ത എന്തെങ്കിലും ഓപ്ഷൻസ് വരും. അപ്പോൾ ചിലപ്പോൾ ഇതില്ലാണ്ടായേക്കാം, വേറെന്തെങ്കിലും രീതിയിലാവും അല്ലേ? ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ തേടിയെത്തും. അത്രേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് നാളെ നമുക്ക് പറയാം ഇത്രയും കല്യാണം നമ്മൾ നടത്തിയല്ലോ എന്നുള്ളത് നമുക്കൊരു കുഞ്ഞിനോട് പറയാലോ ഒന്നുമില്ലെങ്കിൽ. ഞാനൊരു സംഭവമായിരുന്നു എന്നല്ലോ അന്നേരം. ഞാൻ പറയട്ടെ, ഇന്ത്യ അറിയുന്ന ഒരു യൂട്യൂബർ എന്ന് മാത്രമല്ലല്ലേ, ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ നീക്കിയ അല്ലേ ഇന്ത്യ അറിയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് പിന്നെ അടുത്ത പ്രിയേച്ചീൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ വരും. നല്ല വീഡിയോ ഇടണം കേട്ടോ. ഫുള്ള് കോമഡി, ഫുൾ എന്റർടൈൻമെന്റ് വേണ്ട, ഇൻഫർമേഷൻ ഇവരെ എല്ലാം കൂട്ടിക്കോ. റീച്ച് ഉണ്ടാകും പോലൊക്കെ താനേ വന്നോളൂ അല്ലേ? ഇപ്പൊ 2-3 വ്യൂ ആയിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് 206 വ്യൂ ഒറ്റ വീഡിയോക്ക്. ഇനി അത് ലക്ഷങ്ങളും ഒക്കെ ആവട്ടെ അല്ലേ? അതെ. അപ്പൊ എന്നാ ശരി, കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഓവർ ഫുഡായി പോയി. അപ്പോൾ ഇനിയും നമുക്ക് ഫാമിലി പരമായിട്ട് കാണാം. കോഴിക്കോടൊക്കെ വരുമ്പോൾ വിളിക്കണം. അങ്ങനെ മിന്നുവിനെ കൊണ്ട് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വരാം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ശരി.